ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 14. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ചൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ. വിവർത്തനം. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മികാചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായ തപസ് എന്ന് പറയുന്നു. ഭാവാർത്ഥം. ഇവിടെ ഭഗവാൻ വിവിധതരം തപസ്സുകളെയും വ്രതങ്ങളെയും പറ്റി വിവരിക്കുന്നു. ആദ്യമായി ശാരീരികമായി തപസ് എന്തെന്ന് പറയുന്നു. ഈശ്വരനെയും മറ്റു ദേവന്മാരെയും വിശിഷ്ട ബ്രാഹ്മണരെയും ആധ്യാത്മിക ഗുരുവിനെയും മാതാപിതാക്കളെയും വേദജ്ഞാനമുള്ള ഏവരെയും ആദരിക്കുക അഥവാ ആദരിക്കുവാൻ ശീലിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. ആന്തരവും ബാഹ്യവുമായ ശുചിത്വം പരിശീലിക്കണം. പെരുമാറ്റത്തിൽ ലാളിത്യം പുലർത്തണം. വേദവിഹിതമല്ലാത്ത ഒരു കർമ്മവും ചെയ്തുകൂടാ. വൈവാഹിക ജീവിതത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. വൈവാഹികമായ ലൈംഗിക ബന്ധം മാത്രമേ വേദം അംഗീകരിച്ചിട്ടുള്ളൂ. ഇതിനെയാണ് ബ്രഹ്മചര്യമെന്ന് പറയുന്നത്. ഈ വിവരിച്ചവയാണ് ശാരീരികങ്ങളായ തപശ്ചര്യകൾ. ശ്ലോകം 15. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. വിവർത്തനം. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗമുണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാങ്മയമായ തപസ്. ഭാവാർത്ഥം. മറ്റുള്ളവരുടെ മനസ്സിൽ വ്യാകുലതയുണ്ടാക്കുന്ന വിധം സംസാരിക്കരുത്. ഗുരു സംസാരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതിനായി സത്യം പറയാം. എന്നാൽ അതേ ആചാര്യന് തൻ്റെ ശിഷ്യരല്ലാത്തവരോട് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ പാടില്ല. വാക്കിനെ സംബന്ധിച്ച തപസ്യയാണിത്. നിരർത്ഥകമായ സംഭാഷണവും പാടില്ല. ആധ്യാത്മിക വൃത്തങ്ങളിലെ സംഭാഷണ വിഷയം വേദഗ്രന്ഥങ്ങളെ മുൻനിർത്തിയായിരിക്കണം. താൻ പറയുന്നതിന് ഉപോദ്ബലകമായി ഉടനെ വൈദിക പ്രമാണത്തിൽ നിന്ന് ഉദ്ധരിക്കണം. അതേസമയം സംഭാഷണം ശ്രവണ സുഖപ്രദവുമായിരിക്കണം. അത്തരം ചർച്ചകൾ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിൻ്റെ ഉന്നതിക്ക് സഹായമാവുകയും ചെയ്യും. വൈദിക സാഹിത്യം അളവറ്റതാണ്. അത് പഠിക്കുകയും വേണം. ഇതിനെയാണ് വാങ് സംബന്ധിയായ തപസ് എന്ന് പറയുന്നത്. ശ്ലോകം 16. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. വിവർത്തനം. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായ തപസ്സിൽപ്പെടുന്നു. ഭാവാർത്ഥം. ഇന്ദ്രിയഭോഗങ്ങളിലുള്ള വിരക്തിയാണ് മാനസികമായ തപസ്. അന്യർക്ക് നന്മ ചെയ്യേണ്ടതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കണം. ചിന്താഗൗരവമാണ് മനസ്സിന് ഉത്തമമായ പരിശീലനം. കൃഷ്ണാവബോധത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇന്ദ്രിയ സന്ദർപ്പണം ഒഴിവാക്കുകയും വേണം. സ്വഭാവ ശുദ്ധീകരണത്തിന് കൃഷ്ണാവബോധവാനാകണം. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിചാരങ്ങളെ പൂർണ്ണമായി പിൻവലിക്കുമ്പോഴേ മനസ്സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഈ ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി എത്ര കണ്ട് ചിന്തിക്കുന്നുവോ അത്ര കണ്ട് അസംതൃപ്തി വളരും. ഇക്കാലത്ത് ഇന്ദ്രിയ സുഖപ്രാപ്തിക്ക് വേണ്ടിയുള്ള പല ഉപായങ്ങളിലും അനാവശ്യമായി നമ്മൾ മനസ്സിനെ ഇട്ടു വലയ്ക്കുന്നു. അങ്ങനെയായാൽ മനസ്സിന് അസംതൃപ്തമായി തന്നെ തുടരുകയേ നിവർത്തിയുള്ളൂ. വൈദിക സാഹിത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് ഇതിന് നല്ലൊരു പോംവഴി. പുരാണങ്ങളിലും മഹാഭാരതത്തിലുമെല്ലാം മനസംതൃപ്തി ഉളവാക്കുന്ന കഥകൾ ഏറെയുണ്ട്. ഇവയിൽ നിന്ന് നേടാവുന്ന ജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തി നമുക്ക് പരിശുദ്ധരാവാം.
മനസ്സിനെ കാപട്യത്തിൽ നിന്ന് വിമുക്തമാക്കണം. സർവ ജീവജാലങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി ചിന്തിക്കണം. മൗനമെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൽ തന്നെ മനസ്സുറപ്പിക്കുക എന്നർത്ഥം. കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ ആ നിലയ്ക്ക് പൂർണ്ണമായും മൗനിയാണ്. ആത്മസംയമനം അഥവാ മനോനിയന്ത്രണമെന്നാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കലത്രേ. തപസ്വി തൻ്റെ പെരുമാറ്റങ്ങളിൽ ആർജവം ദീക്ഷിക്കണം. അങ്ങനെ ജീവിതം വിശുദ്ധീകരിക്കണം. ഈ ഗുണങ്ങളെല്ലാം ഉൾച്ചേർന്നതാണ് മാനസിക പ്രവർത്തനങ്ങളിലെ തപസ്യ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.